നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന കേന്ദ്രവും അഴിമതിയും ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്ന കേരളത്തിലെ ഭരണവും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 100ാം ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മാർച്ച് 23-നും സ്ഥാപനത്തിന്റെയും പൗർണമികാവ് ക്ഷേത്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സമൂഹ വിവാഹം 25-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തു. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് തൊടുപുഴ തഹസിൽദാർ AS ബിജിമോൾക്ക് നൽകി ബുക്ക്ലെറ്റിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യുവ യൂത്ത് അസംബ്ലിക്ക് തുടക്കമായി. നിയോജക മണ്ഡലം തല ഉദ്ഘാടനം തൊടുപുഴ വെസ്റ്റ് മണ്ഡലത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന കേന്ദ്രവും അഴിമതിയും ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്ന കേരളത്തിലെ ഭരണവും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇടുക്കിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിലാണ് ഇടുക്കി പാർലമെന്റ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത കൺവെൻഷൻ സംസ്ഥാന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അപവാദ പ്രചരണങ്ങളും അക്രമ രാഷ്ട്രീയവുമായി കേരള സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ കേന്ദ്രം ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിച്ചു ഭരിക്കുകയാണെന്ന് VD സതീശൻ ആരോപിച്ചു. ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്തെടുക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് ഈ 10 വർഷത്തെ ഭരണത്തിന് ശേഷം ഞങ്ങളുടെ അധികാരത്തിൽ നിന്ന് ഞങ്ങൾ ജനങ്ങൾക്കുണ്ടാക്കിയ നേട്ടങ്ങൾ എന്താണ് എന്ന് പറയാൻ കഴിയും? അവരെ അതല്ല പറയുന്നത്. അവരാദ്യം പ്രാണപ്രതിഷ്ഠ നടത്തി ഒരു രാഷ്ട്രീയ രാമനെ ഉണ്ടാക്കാൻ നോക്കി. ഇന്ത്യയിലെ ജനങ്ങൾ പറഞ്ഞു, അത് ഞങ്ങളുടെ അയോധ്യയിലെ രാമനല്ല, അത് നിങ്ങൾ പ്രതിഷ്ഠിച്ച രാഷ്ട്രീയ രാമനാണ്. മതവും രാഷ്ട്രീയവും നിങ്ങൾ കൂടി കലർത്തണ്ട. ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ അവർ പൗരത്വ നിയമചട്ടവുമായി തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ഇറങ്ങി വീണ്ടും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ PJ ജോസഫ്, DCC പ്രസിഡന്റ് CP മാത്യു, മുസ്ലിം ലീഗ് നേതാക്കളായ KMA ഷുക്കൂർ, TA സലീം, പ്രൊഫസർ MJ ജേക്കബ്, മാത്യു കുഴനാടൻ MLA, കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് EM അഗസ്തി, സേനാപതി വേണു, MN ഗോപി, അഡ്വക്കേറ്റ് S അശോകൻ, ഇന്ദു സുധാകരൻ, AK മണി ഉൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. റസൽപുരം ഗവൺമെന്റ് UPSൽ സർഗനിലാവ് 2024 107ാം വാർഷികവും രക്ഷകർതൃ ദിനവും പ്രീ പ്രൈമറിയുടെ 21ാം വാർഷികവും നടന്നു. വേട്ടമംഗലം വാർഡ് മെമ്പർ K മണികണ്ഠൻ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മാറനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമ സീരിയൽ കോമഡി താരം ശിവമുരളി വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. റസൽപുരം ഗവൺമെന്റ് UPSൽ സർഗനിലാവ് 2024 107ാം വാർഷികവും രക്ഷകർതൃ ദിനവും പ്രീ പ്രൈമറിയുടെ 21ാം വാർഷികവും നടന്നു. വേട്ടമംഗലം വാർഡ് മെമ്പർ K മണികണ്ഠൻ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മാറനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമ സീരിയൽ കോമഡി താരം ശിവമുരളി വിശിഷ്ടാതിഥിയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S പ്രേമവല്ലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ആൻഡോ, കവി ഉദയൻ കോക്കോട്, പ്രൊവൻട്രി ഓഫീസർ ഗ്രേഡ് എക്സൈസ് വകുപ്പ് R അജിത്ത്, ഗ്രന്ഥശാല പ്രസിഡന്റ് ഏറത്ത് സന്തോഷ്, ഹെഡ്മിസ്റ്റർ സാധന KV സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷീബ റാണി റിപ്പോർട്ടും PTA പ്രസിഡന്റ് സുദർശൻ നന്ദിയും പറഞ്ഞു. സ്കൂൾ വികസന സമിതി കൺവീനർ സനൽകുമാർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജേഷ്, അജിത്ത്, ഐറിൻ, ശ്രീകല, സൗമ്യ, ബേബി, അഞ്ജു, അജിത, ശാലിനി, സൗമ്യ എന്നിവർ വാർഷികാഘോഷത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ SSLC, 7ാം ക്ലാസ് എന്നിവയിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ അജിത്ത്, ബിന്ദു, ആര്യ, അഭിരാം എന്നീ കുട്ടികളെ വേദിയിൽ ആദരിക്കുകയും സ്കൂൾ മത്സരങ്ങൾക്ക് വിജയിച്ച കുട്ടികൾക്ക് സമ്മാനദാനവും തുടർന്ന് കുട്ടികളുടെ വിവിധ കലാവിരുന്നും സംഘടിപ്പിച്ചു.
ചൂട് അനുഭവപ്പെടുന്ന കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ടക്കായൽ കൊല്ലത്തിലാണ്. കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ കോട്ടയം ജില്ല അക്ഷരനഗരം എന്നെ അറിയപ്പെടുന്നു. ടി രാമറാവു ആണ് കോട്ടയം പട്ടണത്തിന്റെ സ്ഥാപകൻ. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാലയായ CMS പ്രസ് കോട്ടയത്താണ്. ഞാൻ എറണാകുളം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര ജില്ല. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പള്ളി മട്ടാഞ്ചേരിയിലാണ്. അറബിക്കടലിലെ റാണി, കേരളത്തിന്റെ വ്യാവസായിക നഗരം എന്ന് കൊച്ചി അറിയപ്പെടുന്നു. കൂട്ടുകാരെ, ഞാൻ നിങ്ങൾ തൃശ്ശൂർ ജില്ല, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. ഞാൻ പൂരത്തിന്റെ നാടെന്നറിയപ്പെടുന്നു. കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ പാലക്കാട് ജില്ല, കേരളത്തിൽ ഏറ്റവും നെല്ലുൽപാദിക്കുന്ന ജില്ല. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ മലപ്പുറം ജില്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ മലപ്പുറം ജില്ലയിലാണ്. ഞാൻ നിങ്ങളുടെ കോഴിക്കോട് ജില്ല, സാമൂതിരിമാരുടെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലാണ്. തടി വ്യവസായത്തിന് പ്രസിദ്ധമായ കല്ലായി കോഴിക്കോട് ജില്ലയിലാണ്. കൂട്ടുകാരെ, ഞാൻ വയനാട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല, കടൽ തീരമില്ലാത്ത ജില്ല, കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 100ാം ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മാർച്ച് 23-നും സ്ഥാപനത്തിന്റെയും പൗർണമിക്കാവ് ക്ഷേത്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സമൂഹ വിവാഹം 25-നും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൗർണമിക്കാവ് ശ്രീബാല ത്രിപുര സുന്ദരി ക്ഷേത്രത്തിൽ വെച്ചാണ് ആദിവാസി ഗോത്ര സമൂഹങ്ങളിലെ 108 വധൂവരന്മാരുടെ വിവാഹം നടക്കുന്നത്. 1,00,000 പേർക്ക് അന്നദാനവും ഒരുക്കും. ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഗണേശോത്സവ ട്രസ്റ്റ് ചെയർമാനും പൗർണമിക്കാവ് മുഖ്യ ട്രസ്റ്റിയുമായ MS ഭുവനചന്ദ്രൻ നിർവഹിക്കും. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെഡ് ഓഫീസ് ധനലക്ഷ്മി ഭവന്റെ ഉദ്ഘാടന ദിവസം ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട് നടത്തിയ പ്രഖ്യാപനമാണ് സമൂഹ വിവാഹത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. കമ്പനിയുടെ 100ാം ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദിവാസി ഗോത്ര സമൂഹങ്ങളിലെ 100 വധൂവരന്മാരുടെ സമൂഹ വിവാഹം നടത്തുമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം 23-ന് ഗണേശോത്സവ ട്രസ്റ്റ് ചെയർമാനും പൗർണമിക്കാവ് മുഖ്യ ട്രസ്റ്റിയുമായ MS ഭുവനചന്ദ്രൻ നിർവഹിക്കും. 25-ന് പൗർണമിക്കാവ് ശ്രീബാല ത്രിപുര സുന്ദരി ക്ഷേത്രത്തിൽ വെച്ച് രാവിലെ 11-നും 12-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് വിവാഹം. ഇതിന്റെ ഭാഗമായി 1,00,000 പേർക്ക് അന്നദാനവും ഒരുക്കും. 24-ന് വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ വിവിധ ചടങ്ങുകൾ ആചരിക്കും. ഈ വിവാഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിസംബർ 2022-ന് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെഡ് ഓഫീസ് തൃശ്ശൂർ മരത്താക്കരയിൽ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ അന്ന് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പബ്ലിക് ഉണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ വെച്ചിട്ട് നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീ വിപിൻ ദാസ് കടങ്ങോട്ട്, ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അതായത് കമ്പനിയുടെ 100ാമത് ശാഖ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ 100 ആദിവാസി യുവതിയുവാക്കളുടെ വിവാഹം നടത്തുമെന്നൊരു പ്രഖ്യാപനമായിരുന്നത്. ഈ പ്രഖ്യാപനം നടത്തുന്നതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കമ്പനി എന്ന് പറയുന്നത് ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് മാത്രമല്ല ഞങ്ങളുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. ഈ ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരു പ്രവർത്തനം ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ ഒത്തിരി പ്രാവശ്യം ഞങ്ങളെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം വിശകലനം ചെയ്യുമ്പോൾ തന്നെ അറിയാം, ഞങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിയാണ് ഞങ്ങളുടെ ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ 100ാമത്തെ ബ്രാഞ്ച് മാർച്ച് 23-ന് 100ാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനമാണ്. ഈ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗണേശോത്സവ ട്രസ്റ്റ് ചെയർമാനായിട്ടുള്ള ശ്രീ ഭുവനചന്ദ്രജിയാണ്. അദ്ദേഹവും ഞങ്ങളുടെ ചെയർമാനും ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട് അവർകളും ചേർന്നിട്ടാണ് ഈ ഒരു 100ാമത് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ 25 മാർച്ച് 2024 പൗർണമി ദിനത്തിലാണ് ഞങ്ങൾ ഈ പറയുന്ന വിവാഹം. ഈ വിവാഹം നടക്കുന്നത് തിരുവനന്തപുരത്ത് വെങ്ങാനൂരുള്ള ശ്രീ ബാല ത്രിപുര സുന്ദരി ക്ഷേത്രത്തിൽ വെച്ചാണ്. അന്നേ ദിവസം ഈ ചടങ്ങിനോടനുബന്ധിച്ച് 1,00,000 പേർക്കുള്ള അന്നദാനം, ഇതിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വിവാഹത്തോടനുബന്ധിച്ച് നടത്തുന്നത്. ഈ വിവാഹം എന്ന് പറയുന്നതിൽ ഈ വിവാഹത്തിലെ വധൂവരന്മാരെന്ന് പറയുന്നത് ഞങ്ങൾ ഈ പത്രക്കുറിപ്പിൽ തന്നിരിക്കുന്ന പോലെ തന്നെ 108 ആദിവാസി യുവാക്കളാണ്. പല ഊരുകളിൽ സഞ്ചരിച്ച് പല ഊരുകളിൽ നിന്നാണ് ഞങ്ങൾ ഈ ആൾക്കാരെ ശരിക്കും ഒരു പ്രോസസ്സിൽ കൂടെയാണ് ഈ ഒരു ആദിവാസി യുവാക്കളെ ഞങ്ങൾ കണ്ടെത്തിയത്.
വധുവരന്മാർക്ക് അണിയുന്നതിനുള്ള വിവാഹ വസ്ത്രം, താലിമാല, മോതിരം, ഫലവ്യഞ്ജന കിറ്റ്, താമസ സൗകര്യം എന്നിവയും നൽകും. മാർച്ച് 20 രാവിലെ ചാലക്കുടി ബ്രാഞ്ചിന്റെയും ഉച്ചയ്ക്ക് കൊടുങ്ങല്ലൂർ ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ടിൻഡോ ജോയ്, കിരൺ ലാൽ, അരുൺ ദേവ് MA തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യുവ യൂത്ത് അസംബ്ലിക്ക് തുടക്കമായി. നിയോജക മണ്ഡലം തല ഉദ്ഘാടനം തൊടുപുഴ വെസ്റ്റ് മണ്ഡലത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് നിർവഹിച്ചു. ഇന്ത്യക്ക് കരുത്തു പകരുവാൻ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന് ചരിത്ര വിജയം ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട തൊടുപുഴ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് റഹ്മാൻ ഷാജി ചുമതലയേറ്റു. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യുവ യൂത്ത് അസംബ്ലിക്ക് തുടക്കമായി. മതേതരത്വ ജനാധിപത്യ ഇന്ത്യക്ക് നമുക്ക് കാവൽ നിൽക്കാമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് യുവ യൂത്ത് അസംബ്ലികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നിയോജക മണ്ഡലം തല ഉദ്ഘാടനം തൊടുപുഴ വെസ്റ്റ് മണ്ഡലത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് നിർവഹിച്ചു. ഇന്ത്യക്ക് കരുത്തു പകരുവാൻ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന് ചരിത്ര വിജയം ഒരുക്കണമെന്നും ടോണി തോമസ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് അതിൻ്റെ വിധി നിർണ്ണയിക്കുമ്പോൾ നമ്മുടെ നാടിനെ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ വേർതിരിച്ചുകൊണ്ട് വർഗീയത നാട്ടിലെ എല്ലാ മേഖലകളിലും കുത്തിവെച്ചുകൊണ്ട് അതിനെ എല്ലാ മേഖലകളിലേക്കും പടർത്തിക്കൊണ്ട് വർഗീയതയുടെ ബ്രാൻഡ് അംബാസഡറായി മാറിയിരിക്കുന്ന നരേന്ദ്രമോദി തന്നെ ഈ നാട് ഭരിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ഈ നാട്ടിൽ നാളെ ജനാധിപത്യം വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തിന്റെ മഹത്തായ മതേതരത്വ പാരമ്പര്യം ഈ നാടിന് നാളെയും നിലനിർത്തണമോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യവും ഉയർത്തുന്നുണ്ട്. ആ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഇന്ത്യ മഹാരാജ്യം നാളെയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മതേതരത്വ ജനാധിപത്യ വിശ്വാസികളും മനസ്സിൽ ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ ചോദ്യമല്ല, അതിനപ്പുറത്തേക്ക് നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഈ രാജ്യം നാളെയും നിലനിൽക്കണം. ഇന്ത്യ മഹാരാജ്യം ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന, ഞാനും നിങ്ങളും അഭിമാനത്തോടുകൂടി ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നാളെയും ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഹത്തായ മതേതരത്വ പാരമ്പര്യത്തിൽ ജനാധിപത്യത്തിൽ അടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യമായി തുടരണമെന്ന് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട തൊടുപുഴ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് റഹ്മാൻ ഷാജി ചുമതലയേൽക്കുകയും ചെയ്തു. കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിബിൻ അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് CS വിഷ്ണുദേവ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ രാജേഷ് ബാബു, MH സജീവ്, നേതാക്കളായ KM ഷാജഹാൻ, OK അഷ്റഫ്, KA ഷഫീഖ്, KH ഷാജി, ലിജോ മഞ്ചപ്പള്ളി, TL അക്ബർ എന്നിവർ പ്രസംഗിച്ചു. KSU ജില്ലാ ഭാരവാഹികളായ ജോജോ ജോസഫ്, അഷ്കർ ഷമീർ, ജെയ്സൺ തോമസ്, ഫസൽ അബ്ബാസ്, ബ്ലസൻ ബേബി, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിനീഷ് ബെന്നി, അൽതാഫ് സുധീർ, മുനീർ മുഹമ്മദ്, സിനാജ് ബാലൻ, ജോർജി ജോസഫ്, ജോസിൻ തോമസ്, അനസ് ജിമ്മി എന്നിവർ യുവ യൂത്ത് അസംബ്ലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് തൊടുപുഴ തഹസിൽദാർ AS ബിജിമോൾക്ക് നൽകി ബുക്ക്ലെറ്റിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ചിരപുരാതനവും അതിപ്രസിദ്ധവുമായ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഏപ്രിൽ 4 മുതൽ 13 വരെ നടക്കുന്ന തിരുവുത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തു. ഇന്ന് രാവിലെ ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് തൊടുപുഴ തഹസിൽദാർ AS ബിജിമോൾക്ക് നൽകി ബുക്ക്ലെറ്റിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. തൊടുപുഴയുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൊടുപുഴ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തോന്നിയെത്തുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രവും ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നഗരത്തിൻ്റെ ഐശ്വര്യമായി നിൽക്കുന്നതാണ്. ഈ ഐശ്വര്യം സമസ്ത മേഖലകളിലും നഗരത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അഭിവൃദ്ധി തൊടുപുഴയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ ഉത്സവവും ഇവിടെ ഓരോ ചിട്ടവട്ടങ്ങൾ ഒരുക്കുമ്പോഴും നഗരസഭയുടേതായ ഉത്സവമാക്കി മാറ്റുവാൻ വേണ്ട സഹായ സഹകരണങ്ങളും സംവിധാനങ്ങളും ചെയ്യണം. കയ്യും മെയ്യും മറന്നുകൊണ്ട് എല്ലാവരും നെഞ്ചിലേറ്റുന്ന ഭഗവാന്റെ ഉത്സവത്തിന് എല്ലാ രീതിയിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ക്ഷേത്രം രക്ഷാധികാരി KK പുഷ്പാങ്കദൻ, ഭരണസമിതി ഭാരവാഹികളായ CC കൃഷ്ണൻ, B വിജയകുമാർ, KR വേണു, B ഇന്ദിര, ശ്രീവിദ്യ രാജേഷ് ഉൾപ്പെടെയുള്ളവർക്ക് പുറമെ റവന്യൂ വിഭാഗം ജീവനക്കാരും നിരവധിയായ ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഇത്തവണത്തെ തിരുവുത്സവത്തിന് കേരളത്തിലെ പ്രശസ്തരായ മേളപ്രമാണിമാരും
വാദ്യകലാകാരന്മാരുടെയും പ്രകടനത്തിന് പുറമെ ചലച്ചിത്ര താരം ആശാ ശരത്ത്, പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ എന്നിവർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പാറപ്പുഴ സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥരായ വിശുദ്ധ യൗസേഫ് പിതാവിന്റെ തിരുനാളിന് തുടക്കമായി. ഇടവക വികാരി ഫാദർ ജെയിംസ് വടക്കേക്കുടി തിരുനാൾ കൊടിയേറ്റ് നിർവഹിച്ചു. ഫാദർ ജെയിംസ് പാറക്കാനാൽ ആഘോഷമായ വിശുദ്ധ കുർബാനയും ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് വചന സന്ദേശവും നൽകി. പാറപ്പുഴ സെന്റ് ജോസഫ് ദേവാലയത്തിൽ പ്ലാറ്റിനം ജൂബിലിയും സെന്റ് ആന്റണീസ് കപ്പേള വെഞ്ചരിപ്പും നടത്തി. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വെഞ്ചരിപ്പ് നിർവഹിച്ചു. ഇതോടൊപ്പം ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും ധീര രക്തസാക്ഷികളായ വിശുദ്ധ സെബസ്ത്യാനിയസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും തിരുനാൾ ആഘോഷങ്ങൾക്കും തുടക്കമായി. തിരുനാൾ ആഘോഷം 19-ന് സമാപിക്കും. തിരുനാളിന് മുന്നോടിയായി മാർച്ച് 10 മുതൽ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന, നൊവേന, ലത്തീഞ്ഞ് എന്നിവ നടന്നു വരുന്നു. ഫാദർ ജോർജ് മാമ്മൂട്ടിൽ, ഫാദർ വർഗീസ് കണ്ണാടൻ, ഫാദർ തോമസ് മക്കോളിൽ, ഫാദർ അഗസ്റ്റിൻ നിരപ്പിൽ, ഫാദർ ടിറ്റോ പാമ്പയ്ക്കൽ, ഫാദർ ഷാബിൻ OSFS എന്നിവർ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. റവ ഫാദർ ലിൻസൺ ചെങ്ങനിയാടൻ, ഫാദർ ആന്റണി പുത്തൻകുളം, ഫാദർ ജെയിംസ് പാറക്കനാൽ, ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് തുടങ്ങിയവർ വിവിധ ചടങ്ങുകൾ നയിച്ചു. നീതിമാനായിരുന്ന യൗസേപ്പിനെ കുറിച്ച് തുടർന്ന് വരുന്ന ഭാഗത്ത് ദൈവവുമായിട്ട് ആലോചന നടത്തുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ആത്മാർത്ഥത, പ്രതിബദ്ധത, അതിലേറെ വിശ്വസ്തത പുലർത്തിക്കൊണ്ടുള്ള ഒരു നീക്കം നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. പ്രസിദ്ധ സാഹിത്യകാരനായ ജോസഫ് സരമാഗോയുടെ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള ഒരു കൃതിയാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. അതിനകത്ത് യൗസേപ്പ് പിതാവിനെ ഒരു വ്രണിത ഹൃദയനായിട്ട് ചിത്രീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ദുഃഖം പേറുന്ന മനസ്സുമായിട്ട് നടന്നു നീങ്ങുന്നു, ഭാര്യയെ സ്വീകരിക്കുന്നു, അതുപോലെ തന്നെ മകനെ കുറിച്ചുള്ള ചിന്തകൾ അലട്ടുന്നു, പര്യാകുലത പേറുന്ന മനസ്സുമായിട്ട് നെട്ടോട്ടമോടുന്നു, ഒടുവിൽ ശാന്തതയിൽ പരിരസിക്കുന്നതെല്ലാം നമ്മൾ അവിടെ കാണുകയാണ്. 19-ന് രാവിലെ 7-ന് വിശുദ്ധ കുർബാന, 8-ന് അമ്പ് മുടിവടി എഴുന്നള്ളിക്കൽ, വൈകിട്ട് 5-ന് ലത്തീജ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന റവർ ഫാദർ ജേക്കബ് റാത്തപ്പള്ളിയിൽ നയിക്കും. ഫാദർ സിറിൽ വള്ളംകുന്നൽ തിരുനാൾ സന്ദേശം നൽകും. 6:30-ന് പള്ളി കവലയിലേക്ക് പ്രദക്ഷിണം. 7:30-ന് സമാപന ആശീർവാദം, സ്നേഹവിരുന്ന്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ഇടുക്കി ജില്ലാ യൂണിറ്റ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും ക്ഷേമ പദ്ധതികളുടെ അവതരണവും നടത്തി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ഇടുക്കി ജില്ലാ യൂണിറ്റ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ക്ഷേമ പദ്ധതികളുടെ അവതരണവും നടത്തി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. പണം വയ്ക്കാം, മെഡിസിൻ മേടിക്കാം, പക്ഷേ അത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഒരാൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അവർ ഉപയോഗിക്കുന്ന കമ്പനിയുടെ മരുന്നല്ലാതെ മറ്റൊരു മരുന്ന് കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. പണമില്ലാത്തതുകൊണ്ടല്ല, അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, അത് ഫണ്ട് വയ്ക്കാത്തതുകൊണ്ടല്ല അത് ഉപയോഗിക്കും. പക്ഷേ നമ്മൾ ഏതൊരു മെഡിസിൻ ഗവൺമെൻറ്റിലേക്ക് വരുമ്പോൾ ഗവൺമെൻറ് മുഖേനയാണ് നമുക്ക് മെഡിസിൻ വരുന്നത്. ആ മെഡിസിൻ ഈ പേഷ്യൻ്റ് കഴിക്കുന്ന മെഡിസിൻ്റെ കമ്പനിയുടെ ആയിരിക്കും. അത് വളരെ ഒരു പ്രശ്നമാണ്. എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ല. ഭീമമായ വിലയുമാണ് മെഡിസിൻ.
ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ പിന്നെ ചില ആളുകൾ അത് നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുജനത്തിൻ്റെ സഹായങ്ങളും ഒരു നാട് മൊത്തം ഒന്നിക്കുന്നു, സുമനസ്സുകളുടെ സഹായം തേടുന്നു എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ആ സർജറി കഴിയുമ്പോൾ പിന്നെ ആരും ഉണ്ടാവും. ഞാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ആ അത്രയും പണം ഉണ്ടാക്കി അത് ചേഞ്ച് ചെയ്യുക എന്നുള്ളതല്ല, അത് കഴിഞ്ഞതിനെ പരിപാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കുന്നത്. ലിവർ ഫൗണ്ടേഷൻ ജില്ലാ പ്രസിഡന്റ് സോണി തോമസ് മാടക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലിഫോക് ചെയർമാൻ ഫാദർ ഫിലിപ്പ് ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി VP ബഷീർ വാർഷിക റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി ബാബു കുരുവിള സുരക്ഷാ പദ്ധതി വിതരണവും പുതിയ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും നടത്തി. ചടങ്ങിൽ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് വിനു വി നായർ, ജോയിന്റ് സെക്രട്ടറി അനോജ്, സുകുമാരി അമ്മ, ശ്രീകുമാർ, മോഹനചന്ദ്രൻ, ഡോക്ടർ പ്രതാപകുമാർ എന്നിവർ ആശംസ അറിയിച്ചു. ഉഷ ശാന്റി സ്വാഗതവും ജയചന്ദ്രൻ നായർ നന്ദിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. അടിമാലി മച്ചിപ്ലാവിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ലൈഫ് പാർപ്പിട സമുച്ചയത്തിലെ കുടുംബങ്ങളുടെ ജീവിതം ദുരിതപൂർണം. മലിനജല സംസ്കരണം വേണ്ടവിധം നടക്കാത്തതിനാൽ അസഹനീയ ദുർഗന്ധം ഉയരുന്നതായി കുടുംബങ്ങൾ പരാതി ഉന്നയിക്കുന്നു. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം. ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റുകൾ പ്രവർത്തിക്കാത്തതും ആളുകളെ വലയ്ക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായാണ് അടിമാലി മച്ചിപ്ലാവിൽ പാർപ്പിട സമുച്ചയം ഒരുക്കി വർഷങ്ങൾക്ക് മുമ്പ് കുടുംബങ്ങൾക്ക് പുനരധിവാസം സാധ്യമാക്കിയത്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടതോടെ ഇപ്പോൾ പാർപ്പിട സമുച്ചയത്തിലെ കുടുംബങ്ങൾ വിവിധ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുകയാണ്. പാർപ്പിട സമുച്ചയത്തിലെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിപ്പിക്കുമ്പോൾ തന്നെ അനുഭവപ്പെടുന്ന അസഹനീയ ദുർഗന്ധമാണ് കുടുംബങ്ങളെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നം. മലിനജല സംസ്കരണം വേണ്ടവിധം നടക്കാത്തതാണ് പ്രതിസന്ധി ഉയർത്തുന്നത്. കോമ്പൗണ്ടിനുള്ളിൽ പലയിടത്തും മലിനജലം നിരന്നൊഴുകുന്നു. അസഹനീയമായ ദുർഗന്ധം തങ്ങളെ വല്ലാതെ വലയ്ക്കുന്നുവെന്ന് കുടുംബങ്ങൾ പറഞ്ഞു. ഫ്ളാറ്റില് ഈ കഴിഞ്ഞ മാസത്തോടു കൂടി 26ാമത്തെ മരണം നടന്നു. ഇവിടെ ഉള്ളവർക്ക് ചില ശ്വാസമുട്ടലും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും ഇവിടുത്തെ ഇതിൽ നിന്ന് വരുന്ന മണം കാരണമാണ് കൂടുതൽ പേർക്ക് ശ്വാസമുട്ടൽ ഉണ്ടായതും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. ഈ വെള്ളത്തിന്റെ ആ മാലിന്യം നിറഞ്ഞൊഴുകുന്ന കാരണം പല പ്രശ്നങ്ങളിൽ പെട്ട് കുഞ്ഞുങ്ങൾ മുതൽ അസുഖം ഇല്ലാത്തവർക്ക് വരെ വലിയ ആൾക്കാരും അസുഖമുള്ളവരും പ്രായമായവരും എല്ലാവർക്കും ഓരോരോ അസുഖങ്ങൾ വിടുന്നതും അതിൻ്റെയൊക്കെ ഒരു കാരണമുണ്ട്. പിന്നെ നമ്മുടെ ബാത്റൂമിൽ നിന്ന് വീഴുന്ന, ഞാനൊക്കെ ഓർത്ത് ആദ്യം ടെറസിൻ്റെ ആന്ന ജിപ്സം ബോർഡാണത്, പൊടിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതുപോലെ ബാത്റൂമിൽ നിന്ന് വെള്ളം കൊമ്പിളിച്ചിട്ട് റൂമുകളിലേക്ക് ഒഴുകുവാണ്. അതെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ ലൈറ്റ് ഈ കമ്പികൾ പിടിച്ചു നടക്കുന്ന കമ്പികൾ അതൊക്കെ തുരുമ്പ് പിടിച്ച് താഴേന്ന് പൊട്ടി വീണുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളും വയസ്സായവരും പ്രായമായവരും അസുഖക്കാരൊക്കെ ഒരുപാടുണ്ട്. ഇത് ഇങ്ങനെ പിടിച്ചോണ്ടൊക്കെ എപ്പോഴാണ് അത് തുരുമ്പ് പിടിച്ച് താഴേക്ക് ഒടിഞ്ഞു കാണണമെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ഭയങ്കര മാനസികമായിട്ട് ഇവിടെ ആഹാരം കഴിക്കാൻ നമുക്ക് പറ്റുന്നില്ല ഇവിടെ ഇരുന്ന്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണം കാരണം അവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ബാത്റൂമിന്റെ ഓരോ പൈപ്പുകൾ പൊട്ടിയിട്ട് വന്ന് അടഞ്ഞിരുന്നിട്ട് അത് ബാത്റൂമിൽ നിന്ന് പൊട്ടി താഴേക്കാണ് വീഴുന്നത്. മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയിലേക്കാണ് വീഴുന്നത്. നമുക്കൊരു കഥ കടച്ച് ഉള്ളിൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ 400 സ്ക്വയർ ഫീറ്റിൽ ഗവൺമെന്റ് ഒരു വീടുണ്ടാക്കി തന്നിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ പാവപ്പെട്ട കുറെ ജനങ്ങളെ ഇവിടെ കൊണ്ടുപോയി തള്ളിയിട്ട് കേന്ദ്രത്തിൽ നിന്ന് കുറെ ആളുകൾ ഇങ്ങോട്ട് വന്നു. അത് നന്നാക്കാം ഇത് നന്നാക്കാന്ന് പറഞ്ഞു. പക്ഷെ വന്ന് പോയി കണ്ടതെന്നല്ലാതെ ഒന്നും ഇവിടെ നടപടിയായിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾക്കൊക്കെ ഭയങ്കര പ്രശ്നം, മാനസികമായിട്ട് ശാരീരികമായിട്ടും വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നോക്കിയാൽ നമ്മുടെ കിണറ്റില് 2 റിങ് വെള്ളം കിടക്കുന്നത്. ഈ വെള്ളം ഇനി അടുത്തത് ഇപ്പൊ വെള്ളം അടിക്കാനായിട്ട് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം ഇല്ല. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗമായുള്ള പൈപ്പുകൾ പലതും തുരുമ്പെടുത്തു. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ബഹുനില കെട്ടിടത്തിലെ മുറിക്കുള്ളിൽ പോലും മലിനജലം കെട്ടിക്കിടക്കുന്നു. ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ മീറ്റർ ഇരിക്കുന്ന പാനൽ റൂമാണ്. അതിനകത്ത് കിടക്കുന്ന വെള്ളം വേസ്റ്റ് വെള്ളമാണ് ഈ കാണുന്നത് മൊത്തം. ഇപ്പൊ ഇതിനകത്തുനിന്ന് ഒരു ലൈമാൻ വന്നാലും ഇതിനകത്ത് കയറാൻ മേലാത്തൊരു അവസ്ഥയിലേക്ക് കിടക്കുന്നത്. ഒരു പൈപ്പ് പൊട്ടി ഇതിനകത്തേക്കാണ് വീഴുന്നത്. അത് മുകളിൽ കൂടെ പോകുന്ന പൈപ്പല്ല, ഒരിക്കലും താഴെ കൂടെ പോയേക്കുന്ന പൈപ്പാണ് പൊട്ടി ഒരു വലിയ ദ്വാരം ഉണ്ടായിട്ട് അതിനകത്തൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിനകത്ത് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഒരാൾക്ക് കറണ്ട് പോയാൽ നോക്കാൻ പോലും മീറ്റർ നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് എത്രയും പെട്ടെന്ന് അധികാരികൾ തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ KCBക്കാർ വന്ന് റീഡിംഗ് എടുക്കാൻ പറ്റുന്നവർക്ക് പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റുകൾ പ്രവർത്തിക്കാത്തതും ആളുകളെ വലയ്ക്കുകയാണ്. ഗ്യാസ് കുറ്റിയടക്കം ചുമന്ന് മുകളിൽ കയറ്റണം. പ്രായമായവരും രോഗികളുമൊക്കെ ഇക്കാര്യത്തിൽ പ്രയാസം അനുഭവിക്കുന്നു. പ്രായമുള്ള ആളുകള് പിന്നെ ഇവിടെ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ 2 ഗ്യാസ് എടുക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. ഇവിടെ അടുപ്പോ മറ്റുള്ള ഒന്നുമില്ല. 5ാം നില 6ാം നിലയിൽ ഓരോരോ ആളുകൾക്ക് റൂം കൊടുത്തു കഴിഞ്ഞാൽ
എങ്ങനെ ഈ ഗ്യാസ് കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ? അതെന്ന് പറഞ്ഞാൽ ഒരു ലിഫ്റ്റ് 3 ലിഫ്റ്റ് ഇവിടെയുണ്ട്, പക്ഷേ ഒരൊറ്റ ലിഫ്റ്റ് പോലും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. 2-3 പ്രാവശ്യം ഓരോരുത്തർ വന്ന് നന്നാക്കി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ കൊടുക്കാത്ത പരാതികളില്ല. ഇത്രയും നിവാസികൾ പല സ്ഥലത്ത് ഞങ്ങൾ പരാതി കൊടുത്തു, പക്ഷേ പരാതിയെല്ലാം ഈ ചവറ്റുകോട്ടയിൽ പോകുക എന്നല്ലാണ്ട് നമുക്കിതിനൊന്നും ഒരു പരിഹാരമൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. ഖരമാലിന്യ സംസ്കരണത്തിനായി ഒരുക്കിയ സംവിധാനവും താറുമാറായി. പല വീടുകളുടെയും മേൽക്കൂരയിൽ വെള്ളത്തിന്റെ ചോർച്ചയുണ്ട്. വയറിംഗ് സംബന്ധമായ അനുബന്ധ ജോലികളിലും നവീകരണം നടത്തണം. പ്രശ്നപരിഹാരത്തിനായി തങ്ങൾ പരാതികൾ പറഞ്ഞു മടുത്തുവെന്ന് കുടുംബങ്ങൾ നിസ്സഹായരായി പറയുന്നു. 2019 മാർച്ച് 21 ഇവിടെ താമസത്തിന് വന്നാണ്. 3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് വേസ്റ്റ് വെള്ളത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ ഓരോ പഞ്ചായത്തുകൾ വരുമ്പോഴും ഇവിടെ ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാം എന്നും പറഞ്ഞ കമ്പർസർ കൊണ്ട് അടിച്ചു. ഇന്നും എൻ്റെ വീട്ടിൽ വെള്ളം കയറി ഞാൻ തന്നെ കുത്തിക്കളഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത്. ഇത് പൊട്ടി ഒലിച്ച് ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വരെ ശ്വാസം മുട്ടും ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. വലിയവർക്കും എല്ലാവർക്കും അതെ. ഇതിൻ്റെ തുടർ നടപടികൾ ഇതിൻ്റെ ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞു ഇതുവരെ ഒരു ഇതും ഉണ്ടായിട്ടില്ല. എല്ലാ പ്രാവശ്യവും ഇവിടെ ഒരു കമ്മിറ്റി കൂടും, നേതാക്കന്മാർ വരും, നാളെ കഴിഞ്ഞ് ശരിയാക്കാമെന്നും പറഞ്ഞു വിടും. 5 മോട്ടർ 6 മോട്ടർ ഓപ്പൺ ആക്കിയെന്ന് പറഞ്ഞു. ഒരു സാധനം ഇതുവരെ വന്നിട്ടില്ല. ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ ഇവിടെ കുടിവെള്ളം ഇന്നോ നാളെയോ പറ്റും. അതിനുള്ള ഒരു തീരുമാനം ഇവിടെ ഇല്ല. പഞ്ചായത്ത് അധികാരികൾ അതൊരു കൊൾക്കണ്ട അടിച്ചരാന്ന് പറഞ്ഞിട്ട് അത് തരുവോ ഇല്ല. അവർക്ക് സമയമില്ല. ഇവിടുത്തെ ഇത് ജയിലിൽ കൊണ്ടിട്ടേക്കാളും കടയത്. ജയിലിലാണെങ്കിൽ 3 നേരം ഭക്ഷണവും വെള്ളവും കിട്ടും, അവർക്ക് കിടക്കാൻ സൗകര്യമുണ്ട്. ഇവിടെ അതും ഇല്ല. ഇവിടെ അന്നന്ന് കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഒരു ഷാജി ഉണ്ട്, ആ ഷാജിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇതിനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കുടിവെള്ളം ഇല്ലയെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യണം? അവർക്ക് വല്ലയിടത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പം അത് നാട്ടുകാർ വേസ്റ്റ് വെള്ളം ഒഴുകി നാട്ടുകാർ ഇപ്പം ഷാജിയുടെ പേര് കേസ് കൊടുത്തിരിക്കുക. ഇപ്പം ഇന്നും കൂടെ തീരുമാനം അല്ലെങ്കിൽ നാളെ പുള്ളിയകത്തേക്ക് പോകും. പുള്ളിയകത്തേക്ക് പോയാൽ ഞങ്ങളെല്ലാവരും പോകും കേട്ടോ, അത് വേറെ കാര്യം. പുള്ളിനെ ഒറ്റയ്ക്കൊന്നും വിടുവില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഉടനടി തീരുമാനം ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് ഒറ്റ ഒരാളും വോട്ട് ചെയ്യില്ല. പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് ബന്ധപ്പെട്ടവർ ആവർത്തിക്കുമ്പോഴും അതെപ്പോഴെന്ന ചോദ്യം കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി തങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നുവെന്നും ഇനിയെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്നുമാണ് പാർപ്പിട സമുച്ചയത്തിലെ കുടുംബങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി. അടിമാലി ടൗണിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രകാശിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റുകളിൽ ചിലത് മാത്രമാണ് പ്രകാശിക്കുന്നതെന്ന് പരാതി ഉയരുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ ഇരുൾ വീണാൽ ടൗണിൽ വേണ്ട രീതിയിൽ വെളിച്ചമില്ലെന്നാണ് ആരോപണം. മൂന്നാറിന്റെ പ്രവേശന കവാടമാണ് അടിമാലി. രാപ്പകൽ വ്യത്യാസമില്ലാതെ ദിവസവും നിരവധി വിനോദസഞ്ചാരികൾ വന്നുപോകുന്ന ടൗൺ. എന്നാൽ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രകാശിക്കുന്നില്ലെന്ന പരാതി. മാർക്കറ്റ് ജംഗ്ഷൻ, സെൻട്രൽ ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങി ടൗണിന്റെ വിവിധയിടങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റുകളിൽ ചിലത് മാത്രമാണ് പ്രകാശിക്കുന്നതെന്ന പരാതി ഉയരുന്നു. ഇരുൾ വീണാൽ ടൗണിൽ വേണ്ട രീതിയിൽ വെളിച്ചമില്ലെന്നും ആക്ഷേപമുണ്ട്. അടിമാലി ടൗണിൽ ആയിരക്കണക്കിന് ആളുകൾ രാവും പകലും ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായിട്ടുള്ള അടിമാലി ടൗണിൽ ഇന്ന് അവിടെ വെളിച്ചം പരത്തുന്നതിന് വേണ്ടി സുരക്ഷിതത്വത്തിനും അതുപോലെ മറ്റ് കാഴ്ച വളരെ ഭംഗിയാക്കി ടൗൺ നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഹൈമാസ് ലൈറ്റുകൾ 3 ടൗണിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ജംഗ്ഷനിലും മന്നാങ്കാല ജംഗ്ഷനിലും ഉണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും ലൈറ്റ് കത്തുന്നില്ല എന്നുള്ള വളരെ പരിതാപകരമായ സ്ഥിതിയാണ് ഇന്നുള്ളത്. ഇവിടെ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായി ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിച്ച ലൈറ്റുകളും പലതും തെളിയുന്നില്ല. ഇതെല്ലാം സ്ഥാപിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കി നമ്മൾ സ്ഥാപിക്കുന്നു, പക്ഷേ അത് പരിപാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായ സാഹചര്യമാണ്. അതുകൊണ്ട് ഈ ലൈറ്റ് ടൗണിലുണ്ടാകുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ ലൈറ്റുകളെല്ലാം ഒന്ന് തെളിയുന്ന രീതിയിലാക്കി അതിൻ്റെ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താൻ പഞ്ചായത്ത് തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. രാത്രികാല KSRTC ബസ്സുകൾ ഉൾപ്പെടെ അടിമാലി ടൗണിലൂടെ വന്നു പോകുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ രാത്രികാല യാത്രികരായുണ്ട്. വിനോദസഞ്ചാരികളായും ധാരാളം ആളുകൾ എത്തുന്നു. ടൗണിൽ പല ഭാഗത്തും മതിയാമിതം വെളിച്ചമില്ലാതെ വന്നാൽ ആളുകളുടെ രാത്രിയാത്രയ്ക്ക് വെല്ലുവിളിയാകും. ഇരുട്ടുമറയാക്കി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സാധ്യത വർദ്ധിക്കും. തെരുവു നായ്ക്കളുടെ സാന്നിധ്യം വർദ്ധിക്കും. ഇത്തരം പ്രശ്നങ്ങൾക്ക് ഇടം നൽകാതെ ടൗൺ പൂർണ്ണതോതിൽ പ്രകാശപൂരിതമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി. തൊടുപുഴ നഗരസഭയിലെ 3 സ്ഥാപനങ്ങൾക്ക് ഹരിത ഓഫീസ് പദവി ലഭിച്ചു. തൊടുപുഴ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്, ഡോക്ടർ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂൾ, തൊടുപുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് ഹരിത ഓഫീസ് പദവി ലഭിച്ചത്. തൊടുപുഴ നഗരസഭയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചെയർമാൻ സനീഷ് ജോർജ് ശുചിത്വ പദവി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. തൊടുപുഴ നഗരസഭയിലെ 3 സ്ഥാപനങ്ങൾക്ക് ഹരിത ഓഫീസ് പദവി ലഭിച്ചു.
തൊടുപുഴ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്, ഡോക്ടർ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂൾ, തൊടുപുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് ഹരിത ഓഫീസ് പദവി ലഭിച്ചത്. നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷനും തൊടുപുഴ നഗരസഭയും ചേർന്ന് നടത്തിയ ഗ്രീൻ ഓഡിറ്റിംഗ് A ഗ്രേഡ് നേടിയ സ്ഥാപനങ്ങൾക്കാണ് ഹരിത സ്ഥാപന പദവിയും സർട്ടിഫിക്കറ്റും നൽകുന്നത്. ഗ്രീൻ പ്രോട്ടോകോൾ പരിപാലനം, ശുചിത്വ മാലിന്യ സംസ്കരണം, ജലസുരക്ഷ, ഊർജ്ജ സംരക്ഷണം എന്നിവ പരിശോധിച്ചാണ് ഗ്രേഡിംഗ് നൽകുന്നത്. തൊടുപുഴ നഗരസഭയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചെയർമാൻ ശ്രീ സനീഷ് ജോർജ് ശുചിത്വ പദവി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. അംഗീകാരത്തിന് അർഹരായി ഇവിടെ എത്തിയിരിക്കുന്ന അഗ്രികൾച്ചർ ഓഫീസർ, മുഖ്യവാഹനത്തിൻ്റെ ഉദ്യോഗസ്ഥർ, സ്നേഹം നിറഞ്ഞ APJ സ്കൂളിലെ പ്രധാന അധ്യാപിക ഉൾപ്പെടെ കുറേ ഹരിത കേരള മിഷൻ തയ്യാറാക്കിയിട്ടുള്ള വിവിധ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ മാർക്കുകളുടെ അടിസ്ഥാനത്തിലും ഇന്ന് അർഹതയ്ക്ക് അംഗീകാരമായിരിക്കുന്ന ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് ശുചിത്വ മാലിന്യ സംസ്കരണ, ജലസുരക്ഷ, ഊർജ്ജം സംരക്ഷണം, ജൈവവൈവിധ്യ സംരക്ഷണം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ മാർഗമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയുള്ള 3 സ്ഥാപനങ്ങളെയാണ് തൊടുപുഴയിൽ തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, ദീർഘകാലങ്ങളായി അതിനു വേണ്ടിയുള്ള പരിശ്രമവും ആ ഒരു കാര്യത്തിലുമെല്ലാം തൊടുപുഴ നഗരസഭയ്ക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ അംഗീകാരം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിൽ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വരികയും അതുപോലെ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആൻ്റണി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MA കരീം, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ PG രാജശേഖരൻ, കൗൺസിലർ ശ്രീമതി കവിത വേണു, മുനിസിപ്പൽ സെക്രട്ടറി ശ്രീ ബിജിമോൻ ജേക്കബ്, തൊടുപുഴ ജോയിന്റ് RTO ശ്രീ അനിൽകുമാർ, APJ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ജയകുമാരി, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസ് തൊടുപുഴ ജൂനിയർ സൂപ്രണ്ട് മഞ്ജുനാഥ് MM, നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശ്രീ ബിജോ മാത്യു, പ്രജീഷ്, ഹരിതമിത്രം ജില്ലാ കോർഡിനേറ്റർ ശ്രീമതി അലീന, ശുചിത്വ മിഷൻ YP ശ്രീമതി വീണ വിശ്വനാഥ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പാറപ്പുഴ സെന്റ് ജോസഫ് ദേവാലയത്തിൽ പ്ലാറ്റിനം ജൂബിലിയും സെന്റ് ആന്റണീസ് കപ്പേള വെഞ്ചരിപ്പും നടത്തി. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വെഞ്ചരിപ്പ് നിർവഹിച്ചു. ഇതോടൊപ്പം ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേഫ് പിതാവിന്റെയും ധീര രക്തസാക്ഷികളായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും തിരുനാൾ ആഘോഷങ്ങൾക്കും തുടക്കമായി. തിരുനാൾ ആഘോഷം 19-ന് സമാപിക്കും. നാം പുതുക്കി പണിത ഈ കപ്പേള, വിശുദ്ധ അന്തോനീസിൻ്റെ നാമധേയത്തിലുള്ള ഈ കപ്പേള വെഞ്ചരിച്ച് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥനാലയം എന്ന നിലയിൽ ദൈവത്തെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് ആദ്യമായിട്ട് നാം വെഞ്ചരിക്കുന്നു. അതിനെയും ഈ പ്രദേശത്തെയും നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെയും നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളെയും തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. പണ്ട് വികാരിച്ചിനെയും കൈക്കാരന്മാരെയും അതുപോലെ കമ്മിറ്റി അംഗങ്ങളെയും ഇടവജനങ്ങളെല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം നല്ല മനസ്സുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഈ നല്ലൊരു ചാപ്പല് പണിയാനായിട്ട് സാധിച്ചത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരവസരം ദൈവം തന്നിരിക്കുകയാണ്. ഇടയിൽ ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് ലഭിക്കും. പഴയ നിയമത്തിൽ നാം കാണുന്നതാണ്. പക്ഷെ എപ്പോഴൊക്കെ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയോ അപ്പോഴൊക്കെ ദൈവത്തിന്റെ സംരക്ഷണയിൽ നിന്നും അവരകന്നുപോയി. Yeah.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന കേന്ദ്രവും അഴിമതിയും ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്ന കേരളത്തിലെ ഭരണവും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 100ാം ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മാർച്ച് 23-നും സ്ഥാപനത്തിന്റെയും പൗർണമികാവ് ക്ഷേത്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സമൂഹ വിവാഹം 25-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തു. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് തൊടുപുഴ തഹസിൽദാർ AS ബിജിമോൾക്ക് നൽകി ബുക്ക്ലെറ്റിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യുവ യൂത്ത് അസംബ്ലിക്ക് തുടക്കമായി. നിയോജക മണ്ഡലം തല ഉദ്ഘാടനം തൊടുപുഴ വെസ്റ്റ് മണ്ഡലത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.